മുഖാന്തരം അറിയട്ടെ. ദൈവമേ, അങ്ങയുടെ സൗകര്യമുണ്ട്. ഇന്ന് വൈകുന്നേരം ഭക്തിയാഡംബരപൂർവ്വം പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം വഹിക്കുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ പണമടച്ച് രസീതുകൾ വാങ്ങി കപ്പേളയിലുള്ള ബഹുമാനപ്പെട്ട വൈദികരെ ഏൽപ്പിച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാൻ ഇപ്പോൾ സൗകര്യമുണ്ട് എന്നുള്ള വിവരം സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൊണ്ട് പ്രാർത്ഥനാ യാത്രകൾക്കായി ഇവിടെ എത്തിച്ചേരുന്ന ഒരു ദിനമാണ്. തിരുനാളില് അനേക ആയിരങ്ങൾ നഗരമധ്യത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിലേക്ക് നഗരവീതിയിലൂടെ കടന്നു പോകുമ്പോൾ പാതയോരത്ത് നിന്ന് ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് കവിഞ്ഞു നിൽക്കരുത് അപേക്ഷിക്കുകയാണ്. പാലാ നഗരത്തിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെയും തിരുനാൾ വോളണ്ടിയർക്ക് മാറി നിന്നുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കുവാനായി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ദയവായി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അമലോത്ഭവ ജൂബിലി തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് അമലോത്ഭവ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് വാരാസൂമയമായി സംഘടിപ്പിച്ച് കുറുവണ്ടയിൽ ജുവലറി സ്പോൺസർ ചെയ്തിരിക്കുന്ന ജൂബിലർ ഫാൻസി ഡ്രസ് മത്സരവും അതിന് തൊട്ടുപിന്നിലായി ജൂബിലി തിരുനാളിന് മാറ്റുകൂട്ടിക്കൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന 2 വീലർ ഫാൻസി ഡ്രസ് മത്സരത്തിന് മുൻപിലായി ഇവിടെ മാധ്യമപ്രവർത്തകരല്ലാത്തവരോട് നിൽക്കരുത്, ദയവായിട്ട് പ്ലീസ് മാറിക്കും. അമലോത്ഭവ ദൈവമാതാവിന്റെ ജൂബിലി തിരുനാളിന് മാറ്റുകൂട്ടുന്നതിനായി CYML സംഘടിപ്പിച്ച് കുറുമുണ്ടയിൽ ജൂബിലറി സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 വീലർ ഫാൻസി ഡ്രസ് മത്സരം ഇതാ നഗരമധ്യത്തിൽ ആവേശമായി കടന്നു വരികയാണ്. ഈ ഫാൻസി ഡ്രസ് മത്സരങ്ങളും തുടർന്നു വരുന്ന ടാബ്ലോ മത്സരങ്ങളും സുഗമമായി മുൻപോട്ട് പോകുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചാപ്പലിന് മുൻപിലായി കവലയില് ജംഗ്ഷനിൽ തളിച്ചത് കൂടി നിൽക്കുന്ന ആളുകളെ ദയവായി അല്പം കൂടി പുറകോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് മത്സരം സുഗമമായി മുൻപോട്ട് പോകണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2 വീലർ ഫാൻസി ഡ്രസ് മത്സരം ഈ 2 വീലർ ഫാൻസി ഡ്രസ് മത്സരം ജൂബിലി തിരുനാളിന് ഒരു വലിയ അനുഭവമായി മാറുകയാണ്. ദയവായി മുൻപോട്ട് തള്ളിക്കയറി നിൽക്കാതെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അല്പം കൂടി പുറകോട്ട് മാറി നിന്നുകൊണ്ട് വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നതിന് വേണ്ടി വാഹനങ്ങളിൽ ഏതാണ്ട് നിൽക്കുന്നവർ പിൻഭാഗത്ത് ധാരാളം സ്ഥലം ഫുട്പാത്തിലും മറ്റിടങ്ങളിലുമായി ഉള്ളതിനാൽ ഈ മത്സരം നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഒരു മത്സരമാണെന്ന് കരുതി നഗരവീതിയിൽ മനോഹരവും സുഗമവുമായ രീതിയിൽ ഈ മത്സരം നടക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആളുകൾ കഴിവതും റോഡിന്റെ പാതയോരം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അവിടെ നിന്നും മത്സര വാഹനം കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഈ വർഷവും 2 വീലർ ഫാൻസി ഡ്രസ് മത്സരവും ബൈബിൾ ടാബ്ലോ മത്സരവും നഗരവീതിയിലൂടെ നടത്തപ്പെടുകയാണ്. ദയവായി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമിതികൾക്ക് സുഗമമായി മത്സര വാഹനങ്ങൾ കടന്നു പോകുവാൻ തക്ക എല്ലാ ക്രമീകരണങ്ങളും ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. പാലം ജംഗ്ഷൻ മുതൽ മുനിസിപ്പൽ കോംപ്ലക്സ് ജംഗ്ഷൻ വരെയാണ് ഇതിന്റെ മത്സരവേദി. മറ്റിതര പാരലൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി മുമ്പ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ അരമണിക്കൂർ സമയത്തേക്ക് ഈ മത്സരത്തിനായി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്ന് ഈ ജൂബിലി ആഘോഷ കമ്മിറ്റിയെ സഹായിക്കണമെന്ന് പഴയ നിയമത്തിലെ പുതിയ
നിയമത്തിലെയും പ്രസക്ത ഭാഗങ്ങൾ അതിവിദഗ്ധമായി സാങ്കേതിക വൈഷമ്യത്തോടെ വലിയ വാഹനങ്ങളിൽ സജ്ജീകരിച്ച് മനോഹരമായ ബൈബിൾ ടാബ്ലോ മത്സരവിധ 8 ബൈബിൾ ടീം മത്സര ഇനത്തിൽ 8 ടീമുകളാണ് മാതാവിന്റെ അനുഗ്രഹ പ്രാപ്തിക്കായി ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുമക്കളെയും മറ്റും അടിമ വഹിപ്പിക്കുവാനും മറ്റ് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനും ഇപ്പോൾ ഈ കപ്പേളയിൽ സൗകര്യമുണ്ട് എന്ന് വിവരം അറിയിച്ചുകൊള്ളട്ടെ. നമ്പർ 1 അവതരിപ്പിക്കുന്ന ദൃശ്യം ഇതാ ഈ കപ്പേളയുടെ മുമ്പിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നും നമ്പർ 1 അവതരിപ്പിക്കുന്ന ദൃശ്യം ഇതാ കടന്നു വരികയാണ്. മലയുടെ മുകളിൽ മൂശയ്ക്ക് ദൈവം പടർപ്പിന് മുകളിൽ അഗ്നിജ്വാലയായി നിന്ന് അജ്ഞാത സ്വരത്തിൽ വിളിക്കപ്പെടുന്നു, മൂശേ മൂശേ. ഇതാ ഇസ്രായേലിന്റെ അടിമത്വവും ഒപ്പം ചിത്രീകരിച്ചുകൊണ്ട് നമ്പർ 1 അവതരിപ്പിക്കുന്ന പഴയ നിയമ പ്രസക്ത ഭാഗം പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അവതരിപ്പിച്ചുകൊണ്ട് 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അന്വേഷണമാക്കിക്കൊണ്ട് ഇതാ നമ്പർ 2 അവതരിപ്പിക്കുന്ന ദൃശ്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, യഹൂദരുടെ രാജാവിനെ ഞാൻ വിസമ്മതിച്ച ശദ്രാക്ക്, മെശാക്ക്, അബ്ദനഗോ എന്നീ 3 യുവാക്കളെ തീച്ചൂളയിൽ എറിയുന്ന രംഗമാണ് നമ്പർ 3 അവതരിപ്പിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്രകോപം കൊണ്ട നെബൂഖദ്നേസർ രാജാവ് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവരെ രാജസന്നിധിയിൽ മെഷാക്ക്, അബ്ദേഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിച്ച പ്രതിമയെ താഴെ വീണ് ആരാധിക്കുന്നില്ലെങ്കിൽ ആരാധിച്ചാൽ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയും. അവർ മറുപടി പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂള ഭാഗം ജനഗണങ്ങൾ അവതരിപ്പിക്കുന്ന ബൈബിൾ ദൃശ്യമാണ് കടന്നു വരുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 42 മുതൽ 46 വരെ വചനങ്ങൾ അനുവർത്തമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ്. വിശ്വാസ പ്രഘോഷണം കുരിശിന്റെ വഴിയിൽ കുരിശിൽ മരിച്ച യേശുനാഥന്റെ ശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ ദൈവമാതാവിനെ മണിയിൽ കിടത്തുന്നതിന് മുമ്പുള്ള രംഗമാണ് നമ്പർ 5 അവതരിപ്പിക്കുന്നത്. അന്ന് സാപത്തിന് തൊട്ടു മുൻപുള്ള ഒരു പ്രതികം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്ന് വിവരം അറിഞ്ഞതിന് ശേഷം അവൻ മൃതദേഹം ജോസഫിനെ വിട്ടുകൊടുത്തു. ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി. നമ്പർ 5 തൊട്ടുപിൻപിലായി നമ്പർ 6 കടന്നു വരികയാണ്. ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന രംഗം അവതരിപ്പിച്ചുകൊണ്ട് നമ്പർ 6 അവതരിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 63-ാം വാക്യം. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെയും സ്വീകരിക്കണമേ. ധൂർത്തപുത്രന്റെ ഉപമ ഇവിടെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്പർ 7 അവതരിപ്പിക്കുന്ന രംഗമിത നഗരവീതിയിലൂടെ കടന്നു വരികയാണ്. യേശു പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്തായി ഭക്ഷണം കഴിക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു.
ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസനിൽ ഒരുവൻ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന രംഗം അവതരിപ്പിച്ചുകൊണ്ട് നമ്പർ 8 അവതരിപ്പിക്കുന്ന രംഗം ഇതാ കടന്നു പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 32-ാം വാക്യം അനുവർത്തമാക്കി 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. വരുന്ന മത്സരം നമ്പർ 4 അവതരിപ്പിക്കുന്ന യേശുവിന്റെ ജ്ഞാനസ്നാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 4-ാം അധ്യായം 13 മുതൽ 17 വരെ വാക്യങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്പർ 4 അവതരിപ്പിക്കുന്ന ദൃശ്യമാണ് ഏറ്റവും അവസാനമായി കടന്നു പോകുന്നത്. മത്സര ഇനങ്ങൾ 100 അടി അകലത്തിലെങ്കിലും കടന്നുപോയെങ്കിൽ മാത്രമേ ഈ മനോഹരമായ ദൃശ്യാവിഷ്കരണം കാണുവാൻ ഈ പാതയോരങ്ങളിൽ നിൽക്കുന്നവർക്ക് സാധിക്കുകയുള്ളൂ. മനോഹരമായ ബൈബിൾ ദൃശ്യങ്ങൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രസക്ത ഭാഗങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അവതരിപ്പിക്കും.